ഹലോ ഗായ്സ്, നമസ്കാരം. നിങ്ങൾ ഈ ഫോട്ടോസ് ഉണ്ടോ? ഇതെല്ലാം നമ്മൾ വെച്ച് ക്രിയേറ്റ് ചെയ്ത ഫോട്ടോസ്. ഒന്നും റിയൽ അല്ല, നമ്മളെല്ലാം വെച്ച് ക്രിയേറ്റ് ചെയ്ത ഫോട്ടോസാണ്. കണ്ടില്ലേ? വളരെ ക്ലാരിറ്റിയോടുകൂടി നല്ല സൂപ്പർ റെസൊല്യൂഷനോടുകൂടിയുള്ള ഫോട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളാദ്യം ChatGPT തുറന്നു, എന്നിട്ട് നമുക്കൊരു കണ്ടൻറ്റ് നമ്മളാദ്യം ക്രിയേറ്റ് ചെയ്യണം. നമുക്കിത് വേണമല്ലോ, ഒരു സബ്ജക്റ്റ് വേണമല്ലോ. ഒരു മൗണ്ടൻസിൻ്റെ മേലെ കൂടെ ഒരു ഡ്രാഗൺ പറക്കുന്നത്. മൗണ്ടൻസ് പറഞ്ഞാൽ അത്യാവശ്യം ഫോഗും മിസ്റ്റേക്ക് ആയിട്ടുള്ളൊരു മൗണ്ടനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കീവേഡ്സ് ഉണ്ടാക്കി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എ ലാർജ് ഡ്രാഗൺ ഫ്ലൈയിങ് ത്രൂ ദ വാലി ഓഫ് ഫോഗ് ആൻഡ് മിസ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി ക്രിയേറ്റ് പ്രോംപ്റ്റ് ഫോർ 8K ആൻഡ് അൾട്രാ HD. പിന്നെ സിനിമാറ്റിക്കും റിയലിസ്റ്റിക്കും ആയിരിക്കണം എഫക്റ്റ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു സിനിമാറ്റിക് ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ChatGPT ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ആ പ്രോംപ്റ്റ് വായിച്ച് നോക്കി. അപ്പോൾ അതിൽ കുഴപ്പമൊന്നും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ അതിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ആ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്തു. ഇത് നമ്മുടെ അങ്ങനെ കോപ്പി ചെയ്ത് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫോട്ടോ എങ്ങനെയായിരിക്കും ചൂസ് ചെയ്യുന്നതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ? ആഡ് ഷോട്ട്, അതായത് ഏത് ആംഗിളിലുള്ള ഫോട്ടോസ് നമുക്ക് വേണം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷോട്ട് ഉള്ളത്. ഹൈ ആംഗിളിൽ വേണോ, ലോ ആംഗിളിൽ വേണോ, ക്ലോസപ്പ് വേണോ, പോർട്രേറ്റ് വേണോ, അങ്ങനെ. പിന്നെ കളേഴ്സ് ഉണ്ട്, അതായത് വൈബ്രൻ്റ് ആയിരിക്കണോ, വാം ആയിരിക്കണോ, കൂളായിരിക്കണോ, ബ്രൈറ്റ് ആയിരിക്കണോ, അങ്ങനെയുള്ള കളേഴ്സ്. പിന്നെ എഫക്ട്സ് ഇതിലുണ്ട്. എഫക്ട്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ? ഫോട്ടോസ്, ഈ കളേഴ്സ്, ഇനി ഒരുപാട് കളേഴ്സ് ഇതിലുണ്ട്. നമുക്ക് ആ ഫോട്ടോ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാൻ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണമെന്നായിരിക്കുന്നത്. പിന്നെ എഫക്ട്സ് ഉണ്ട്. എഫക്ട്സ് കണ്ടില്ലേ? അതിൽ ബൊക്കെ എഫക്റ്റ് ഉണ്ട്, ബിൽഡ്, ഷിഫ്റ്റ്, സോഫ്റ്റ് ഫോക്കസ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയുന്നവർക്ക് കുറച്ചും കൂടി സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഞാനിപ്പോൾ എഫക്ട്സ് ഒന്നും ചൂസ് ചെയ്യുന്നില്ല. പിന്നെ ജെൻഡർ ഉണ്ട്, അതായത് അഡ്വഞ്ചർ ആയിരിക്കണോ, ഹൊറർ ആയിരിക്കണോ, എപ്പിക് ആയിരിക്കണോ, സൈഫൈ ആയിരിക്കണോ, നമുക്ക് ഒരുപാടുണ്ട്. പിന്നെ സ്റ്റൈൽ കണ്ടില്ലേ? സ്റ്റൈലിൽ തന്നെ നമുക്ക് സിനിമാറ്റിക് ആയിരിക്കണോ, ഡിസ്നി ആയിരിക്കണോ, നമുക്ക് പെയിൻറ്റിങ് ആയിരിക്കണം. അപ്പോൾ ഞാൻ സിനിമാറ്റിക്കാണ് ചൂസ് ചെയ്തത്, കാരണം അവിടെ ഫോട്ടോ അങ്ങനെയാണ്. കണ്ടില്ലേ? പിന്നെ ഷേപ്പിൽ പോർട്രേറ്റ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പോർട്രേറ്റ് ആണ്. പിന്നെ നമുക്ക് എത്ര ഫോട്ടോ വേണം? 12 ഫോട്ടോ വരെ നമുക്ക് ഒറ്റയടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 6 ചൂസ് ചെയ്തു, എന്നിട്ട് ജനറേറ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് എടുക്കും ഇതാകാൻ. ഒരുപാട് സമയം എടുക്കുന്നില്ല, മാക്സിമം 1 to 2 minutes. നമ്മൾ നെറ്റിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും, എന്നാൽ ഒരുപാട് സമയമൊന്നും ആകുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ 6 ഫോട്ടോയും 2 ഫോട്ടോസ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫോട്ടോസും നല്ല ഡീറ്റെയിലിങ്സ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഡ്രാഗൺ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഫോക്സ്, മൗണ്ടൻസ്, മിസ്റ്റ് എല്ലാം അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോട്ടോസ് പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ 1-2 ഫോട്ടോസ് നമ്മൾ എന്തായാലും സേവ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം പ്രോസസ്സ് ആകുന്നുണ്ട്. 6 ഫോട്ടോയും ഈ സമയത്തിനുള്ളിൽ തന്നെ പ്രോസസ്സ് ആയിട്ടുണ്ട് കേട്ടോ. 1-2 മിനിറ്റ് അതിനുള്ളിൽ. ഡ്രാഗൺ കണ്ടില്ലേ? നമ്മൾ സിനിമയിൽ കാണുന്നവർ വളരെ റിയലിസ്റ്റിക് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഫോട്ടോസ്, അപ്പോൾ ഇപ്പോൾ 4 ഫോട്ടോ വന്നിട്ടുണ്ട്. അതെല്ലാം ഡിഫറെൻറ്റ് ആംഗിളിലാണ് കേട്ടോ. 6 ഫോട്ടോ 6ഉം ഒരേ ഫോട്ടോ റിപ്പീറ്റ് ചെയ്തിരിക്കില്ല. 6 വന്നിട്ട് സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ 1-2 ഫോട്ടോസ് സേവ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്തു. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള മറ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഐഡിയാസ് വേണമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ഫോട്ടോ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സീ യു സൂൺ. ഗുഡ് ബൈ.